ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ടയുടെ ഡിയോ വണ്ടി BS6 മോഡൽ വണ്ടിയാണ്. അത് നമുക്ക് ജനറൽ സർവീസായിട്ട് നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസുമായി നമ്മൾ ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ റീസെറ്റ് ആക്കണമുണ്ട് കേട്ടോ. ലൈനർ അത്യാവശ്യം ഉണ്ട്, നല്ലതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽട്ടറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ എയർ ഫിൽട്ടർ അങ്ങനെ പ്രോബ്ലമായിട്ട് തോന്നണില്ല. പേപ്പർ അങ്ങനെ വലിയ പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നോക്കുമ്പോൾ ഹോണ്ടയുടെ എംബ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സംഭവം ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് ഈ വന്നേക്കുന്നത് കേട്ടോ. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്ലം അടക്കം അടിച്ച് വന്നേക്കണേ. പക്ഷേ ഐറ്റം ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ നമ്മളിപ്പോൾ സ്ഥിരം ഈ സംഭവം യൂസ് ചെയ്യണതുകൊണ്ട് തന്നെ കൃത്യത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു കംപ്ലയിൻറ്റ് ഒരു എന്താ പറയുക ഒരു ഡായ്പ് ഫീൽ ചെയ്താൽ നമ്മളൊന്ന് അഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മളതിൻ്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണ് നോക്കും എന്നുള്ള ദിവസം കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നമുക്കിത് മാറ്റിയിടാം. കാരണം ഈ സംഭവത്തിൻ്റെ ഈ പേപ്പറിലാണ് ക്വാളിറ്റി വേരിയേഷൻ വരാം. ഈ പേപ്പർ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമ്പോഴത്തേക്ക് എയർ ബ്ലോക്ക് ആവുകയും എൻജിൻ ഹെഡിലൊക്കെ കരിയടിച്ച് കയറുകയും ചെയ്യും. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. അഴിച്ച് നമുക്കത് ചെക്ക് ചെയ്യേണ്ടത് ഓയിൽ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, അതേപോലെ തന്നെ റോളർ കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ തേയ്മാനങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. തേയ്മാനം എങ്ങനെയുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കാരണം തേയ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാര്യമായിട്ടുള്ള തേയ്മാനമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ റീപ്ലേസ് ചെയ്യും. ഗ്രീസിങ് ഒക്കെ ചെയ്യേണ്ടതാണെങ്കിൽ ഗ്രീസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചാണ്. വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. നമുക്ക് വർക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ വരുമ്പോണ്ടല്ലോ, ബെൽറ്റിൻ്റെ ഈ ഭാഗം ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അതിവിടെ ചെറിയൊരു പൊട്ടൽ കാണുന്നുണ്ട്. അത് ഞാൻ ഈ ഭാഗത്തെ എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. പക്ഷെ അതിവിടെ കാണുന്ന ഈ ഒരു പൊട്ടൽ ഇച്ചിരി കൂടുതലായിട്ടുണ്ട് ഈ സൈഡിൽ കേട്ടോ. ഇതേ വന്ന ഭാഗത്ത് ഇതേ കാണുന്നുണ്ടോ, അതൊന്ന് കൈയോടെ മാറ്റിയിടാം. കാരണം ഇതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡൊന്ന് പൊളിഞ്ഞാൽ മതി. ഒരു സൈഡ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കിയത്തെ പെടപെടാന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും സംഭവം. ഈ കട്ടലാണ് പൊളിഞ്ഞു വരും. അത് പൊളിഞ്ഞു വരും, പിന്നെ നൈലോൺ നൂലിലേക്ക് ആവും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിലവിലത് ഓൾറെഡി നമ്മൾ കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ട് തന്നെ കൈയോടെ മാറ്റി കളയാം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് 2 കേബിൾ വരാം ആക്സിലേറ്ററിന്. 2 കേബിൾ നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്, എക്സൈൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കണേ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. വോൾട്ട് ബേസിൽ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ കറക്റ്റ് വാല്യൂസ് കാണിക്കും, ഡാമേജ് ആയിട്ടാണ് കാണിക്കുക. പക്ഷേ എങ്കിൽ പോലും നമുക്ക് സെൽഫൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ബാറ്ററി മാറ്റണമെന്നില്ല, കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാലും മതി. പക്ഷേ വലിയ താമസമില്ലാണ്ട് നമുക്ക് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണിക്കും. അത് ഓൾറെഡി അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കുക ബാറ്ററിയുടെ ആണ് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്നുള്ള ദിവസം മനസ്സിലാക്കുക. ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാം ആ സമയത്ത് കേട്ടോ. ഐസൊലേറ്റർ കേബിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് അഴിച്ചിറക്കേണ്ട കേസാണ്. ഫുള്ളായിട്ട് അഴിച്ചാലാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതൊക്കെ ഫ്രണ്ടിലോടി എല്ലാ കിറ്റും നമുക്ക് അഴിച്ചിറക്കണം. കാരണം ആ കേബിളുകൾ വന്ന റൂട്ടിനെ കാണണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ലോക്ക് ചെയ്ത് പോയേക്കാം. അപ്പോൾ അതെല്ലാം അഴിച്ചാൽ തന്നെയാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിക്കും. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടൊക്കെ റീസെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ബാക്ക് വീൽ അഴിച്ചേക്കണോണ്ടാണ് ഫ്രണ്ടും കൂടി നമ്മൾ അഴിച്ചിട്ടാണ് റെഡിയാക്കുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗും കൂടി നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ തന്നെ മാറ്റേണ്ട ഒരു ഐറ്റമാണ് സ്പാർക്ക് പ്ലഗും. അപ്പോൾ ഞാൻ മാറ്റുന്ന ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ തന്നെ ഉണ്ട്. ഓയിൽ ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 326 രൂപയാണ് നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ കോസ്റ്റ് വരാം കേട്ടോ. ഹോണ്ടയുടെ ഓയിലാണ് തന്നെ BS6ൻ്റെ. അതിൻ്റെ നമുക്ക് 600 മില്ലി തന്നെ BS6 മോഡൽ വണ്ടിക്ക് 600 ml ഓയിലാണ് വന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ വരുമ്പോഴത്തേക്കും 230 രൂപയാണ് എയർ ഫിൽട്ടർ വരാം. ഇതുമയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു കൺഫ്യൂഷൻ നമുക്ക് കിട്ടണം കേട്ടോ. അതിൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു തരാം, എന്താണ് അതിനകത്ത് നടന്നേക്കണേന്നുള്ള കേസ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതുമേ ഹോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇതുമേ നോക്കുമ്പോഴും ഹോണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട് സംഭവം. നോക്കി കേട്ടോ, അതുമേ അതിൻ്റെ പാർട്ട് നമ്പർ അടക്കം ഫുള്ളായിട്ട് ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കമ്പനി നമുക്ക് വന്ന ഒറിജിനൽ പാർട്സുമേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ജെനുവിനാന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ അതിൻ്റെ പേപ്പർ ക്വാളിറ്റിയിലാണ് വേരിയേഷൻ വരാം. ഈ പേപ്പറിനകത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓയിൽ ഡിപ്പഡ് ടൈപ്പ് പേപ്പറാണത് അതിനകത്ത് വരാം. ഇത് തനി പേപ്പറായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടി കയറിയും ബ്ലോക്ക് ആവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അതുമായി.
പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹോണ്ടയുടെ പ്ലഗ് വരാം. ഹോണ്ടയുടെ പ്ലഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വന്ന കോസ്റ്റ് 204 രൂപയാണ് നമുക്ക് അതിൻ്റെ തന്നെ കേട്ടോ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ബെൽറ്റിന് വന്നത് നമുക്ക് 451 രൂപയാണ് നമുക്ക് ബെൽറ്റ് വരാം. ആക്സിലേറ്റർ കേബിൾ 259 രൂപയാണ് ഒരെണ്ണത്തിന് വരാം. 2 കേബിളാണ് വരാം നമുക്ക്. ആക്സിലേറ്റർ കേബിൾ എന്ന് പറഞ്ഞാൽ എ ത്രോട്ടിൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് 259 രൂപ. ബി ത്രോട്ടിൽ വരുമ്പോഴും 259 രൂപയാണ്. ഇത്ര ആയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ബാറ്ററി മാത്രമാണ് നമുക്കത് ഒഴിവാക്കാം. നമുക്കത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ചെയ്താൽ മതി. അതായത് സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ആ കവർ മാത്രമേ അഴിച്ച് മാറ്റാവുന്നുള്ളൂ. ഇനി അതല്ല കൂട്ടത്തിൽ മാറ്റുന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് വേണമെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അതനുസരിച്ചിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്കും സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ.